ഓരോ വർഷവും നിരവധി വിദ്യാർത്ഥികളാണ് MBBS പഠിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാകാം ഈ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി പഠിക്കുന്നത്? പഠന നിലവാരത്തിലുള്ള മാറ്റങ്ങളാണോ, അല്ലെങ്കിൽ ജീവിത നിലവാരത്തിൽ വരുന്ന മാറ്റങ്ങളാണോ, എന്തായിരിക്കും? ഈ കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 16 വർഷമായി ഈ മേഖലയിൽ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പഠനത്തിന് വേണ്ടി അയക്കുന്ന ക്ലിക്ക് എജു എന്ന ഏജൻസിയുടെ ഡയറക്ടർ ഡോക്ടർ സൂരജ്ലാൽ ചേരുവാണ്. എന്തുകൊണ്ടാണ് ഡോക്ടറെ ഈ കുട്ടികൾ കൂടുതലായിട്ട് വിദേശത്ത് പോയി പഠിക്കാൻ ഓപ്റ്റ് ചെയ്യുന്നത്? വളരെ സിമ്പിളല്ലേ. ഇവിടെ നമുക്ക് 25 ലക്ഷം സ്റ്റുഡൻസ് നീറ്റ് പരീക്ഷ കൊടുക്കുമ്പോൾ അതിനകത്ത് 55,000 സീറ്റ് മാത്രമേ ഗവൺമെൻറ് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി പ്രൈവറ്റ് സീറ്റ്സ് ഒരു 50,000 പ്രൈവറ്റ് സീറ്റ്സ് ഉണ്ട്. സോ ഈ പ്രൈവറ്റ് സീറ്റ്സിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അതും 50,000 ഉള്ളൂ. അതിനും പുറമെ ഒരുപാട് കുട്ടികളുണ്ട്, മനസ്സിലാവുന്നു. അപ്പോൾ ഇവർക്കെല്ലാം ഇത്രയും ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റാതെയാണ് കുട്ടികൾ പുറത്തുപോയി പഠിക്കുന്നത്. ഇപ്പോൾ നീറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. നീറ്റ് ഇപ്പോൾ ഒരു 720 മാർക്സിന് നമ്മൾ നീറ്റ് നടത്തുമ്പോൾ അതിനകത്ത് എല്ലാവർക്കും മീൻസ് ഓരോ മാർക്കിൻ്റെ ഡിഫറൻസിലാണ് റാങ്കിൽ താഴോട്ട് പോകുന്നത്, മനസ്സിലാവുന്നു. അപ്പം അതിൽ നീറ്റ് റാങ്ക് ലിസ്റ്റിലോട്ട് വരാൻ പറ്റാത്ത കുട്ടികൾക്കും ഈ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ MBBSന് വിദേശത്ത് വന്ന സ്റ്റുഡൻസിന് 500-550 മാർക്കുള്ള കുട്ടികളുണ്ട്, മനസ്സിലാവുന്നു. അവർ അത്രയും സ്കോർ ചെയ്തിട്ടുണ്ട് കുട്ടികൾ. പക്ഷേ എന്നാലും ഇവിടെ അവർക്ക് പ്രൈവറ്റിൽ മാത്രമേ ഓപ്ഷൻസ് വരത്തുള്ളൂ. അത്രയും കോമ്പറ്റീറ്റീവാണ് ഇവിടെ, മനസ്സിലാവുന്നു. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇവർ വിദേശത്തോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. കുറേ കുട്ടികളോട് ഞാൻ സംസാരിച്ചിരുന്നു. നീറ്റ് ഒരു പ്രധാന വിഷയമായിട്ട് അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫീസ് വലിയൊരു പ്രശ്നമാണോ നമ്മുടെ രാജ്യത്ത്? കേരളത്തിൽ, ഇന്ത്യയിൽ ഉൾപ്പെടെ ഫീസ് വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ടോ? സർ, 100%. നമ്മുടെ വിദേശത്ത് കുട്ടികൾ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് അവർക്ക് സെമസ്റ്ററിൽ ഒരു 1.5-2 ലക്ഷം രൂപ ഫീസ് വരുന്നുള്ളൂ. ഇതവർക്ക് സെമസ്റ്റർ വൈസ് അടയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ആദ്യം ഒരു 50-60 ലക്ഷം രൂപ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, മനസ്സിലാവുന്നോ. സോ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ വിദേശത്ത് പോകുന്നത്. ഈ വിദേശത്ത് പോകുന്ന കുട്ടികൾ പോലും ലോണൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. സോ ഇത് അവർക്ക് ഓക്കെയാണ്, മനസ്സിലാവും. ഒരു സെമസ്റ്ററിൽ ഒരു 1.5 ലക്ഷം രൂപ അടയ്ക്കുക, അതും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ്. ലോൺ എടുത്താൽ പോലും ഇന്ത്യയിൽ പഠിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഡെഫിനറ്റ്ലി പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നമുക്ക് പഠിക്കണമെങ്കിൽ ഇപ്പോൾ 60-70 ലക്ഷം രൂപ ഡൊണേഷൻ ഒരിക്കലും ലോൺ തരത്തില്ലല്ലോ. അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലാവുന്നു. അപ്പോൾ അങ്ങനത്തെ സ്റ്റുഡൻസാണ് ഇവർ വിദേശത്തോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. ബേസിക്കലി വിദേശത്തിൻ്റെ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജസിലായിക്കോട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലായിക്കോട്ടെ ഒരുപാട് പേര് വിദേശത്ത് നിന്ന് വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇവരെല്ലാം ഒരു സമയത്ത് വിദേശത്ത് പഠിക്കാൻ പോയ ആൾക്കാരാണ്. ഇപ്പോൾ എന്നോടിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, മനസ്സിലാവുന്നു. ഇവിടെ സീറ്റ് നേടാൻ ഗവൺമെൻറ് സീറ്റിൽ 55,000 സീറ്റേ ഉള്ളൂ. അത് ടോട്ടലി ഇന്ത്യക്കകത്തുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിന് പുറമെയുള്ള കുട്ടികൾക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. അവർക്കത് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ സംബന്ധിച്ചിടത്തും. ഈ നാട് വിട്ട് പോവുക, വീട് വിട്ട് പോവുക, 17-18 വയസ്സിൽ പോകുക എന്ന് പറഞ്ഞാൽ. പക്ഷേ അവർ ആ സാക്രിഫൈസ് ചെയ്യുന്നത് അവർക്ക് ആ ഡ്രീം വേണമെന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു ഡ്രീമിൻ്റെ പുറകെ പോയ ആളും കൂടിയാണ് ഡോക്ടർ സൂരജ്. വിദേശത്ത് പഠിച്ച ആളാണ്. ഡോക്ടർ എവിടെയാണ് പഠിച്ച? എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സർ, ഞാൻ യുക്രൈനിലാണ് പഠിച്ചത്. 2008 ഞാൻ യുക്രൈനിൽ പഠിക്കാൻ പോയത്. ബേസിക്കലി ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് അന്ന് നീറ്റിൻ്റെ റാങ്കിൽ 11,000 റാങ്കാണ് എനിക്കുണ്ടായിരുന്നത്. എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ എത്ര പേരന്ന് പരീക്ഷ എഴുതി. എന്നാലും 10 ലക്ഷത്തോളം ആൾക്കാരെങ്കിലും പരീക്ഷ എഴുതിയിട്ടുണ്ടാകും. സോ അന്ന് 11,000 റാങ്ക് മേടിക്കുമ്പോഴും നമുക്ക് ഇവിടെ സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യമല്ല, മനസ്സിലാവുന്നത്. അതായത് ഗവൺമെൻറ് സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യമല്ല. നമുക്ക് പ്രൈവറ്റ് സീറ്റ്സ് മാത്രമേ അതൊന്നും കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊന്നും നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ പഠിച്ച സാഹചര്യത്തിൽ എനിക്ക് വിദേശത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു സെമസ്റ്ററിൽ എനിക്കൊരു 90,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് പേ ചെയ്യാൻ എൻ്റെ പാരൻസ് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. 90,000 രൂപ പേ ചെയ്യാൻ. അതും അവർ വളരെ കഷ്ടപ്പെട്ടാണ് അവർ പേ ചെയ്തത്. അവർ ലോണൊന്നും എടുത്തിട്ടില്ല, ബട്ട് അവർ വളരെ കഷ്ടപ്പെട്ടാണ് പേ ചെയ്തിട്ടുള്ളത്. സോ ഈ സാഹചര്യമൊക്കെ നമ്മൾ നേരിട്ട് ജീവിച്ച ആളാണ്, മനസ്സിലാവുന്നത്. അപ്പോൾ വിദേശത്ത് പോയി പഠിച്ചു, ഇവിടുത്തെ ഒരു എക്സാം ഉണ്ട്, സ്ക്രീനിങ് ടെസ്റ്റ്. അത് കഴിഞ്ഞ് ഇവിടെ ഇൻറ്റേൺഷിപ്പിൽ ഇവിടെ പ്രാക്ടീസ് ചെയ്തു. സോ ഈ ലൈഫ് ജേർണി നമ്മൾ ജീവിച്ച ആളാണ്, മനസ്സിലാവുന്നത്. സോ അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുടെ ഈ ഒരു ജേർണി നമ്മൾ ഡയറക്റ്റായിട്ട് വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ ഈ ഓർഗനൈസേഷനിൽ പുട്ടിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു അഡ്മിഷൻ ആർക്ക് വേണോ എവിടെ നിന്ന് വേണോ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, മനസ്സിലാവുന്നോ. പക്ഷേ ഇവരുടെ ഈ ഒരു സ്റ്റുഡൻറ്റ് ജേർണിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ് കുട്ടികൾക്ക് കൂടുതൽ ഓപ്റ്റ് ചെയ്യാൻ താല്പര്യം? അതായത് ഫീസ് കുറഞ്ഞ് നമ്മുടെ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സോ ഫീസ് കുറഞ്ഞ ഇപ്പം സ്റ്റുഡൻസ് ഒരുപാട് ഓപ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. ഒന്ന് ഉസ്ബെക്കിസ്ഥാൻ ഒരുപാട് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ എല്ലാം ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ആണ്. അവിടെ എനിക്ക് തോന്നുന്നു ഒരു സെമസ്റ്ററിൽ ഒരു 1.5 ലക്ഷം രൂപ ഫീസ് വരുന്നുള്ളൂ. തജകിസ്ഥാൻ എല്ലാവരും ഭയങ്കരമായിട്ട് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെയും നമുക്കൊരു 1.5-2 ലക്ഷം രൂപ ഫീസ് വരുന്നുള്ളൂ. അവിടെ തന്നെ ഇപ്പോൾ ഒരു തജകിസ്ഥാൻ്റെ അംബാസഡറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. തജകിസ്ഥാൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പാസ് ഔട്ട് മീൻസ് അലുമിനി ആയിട്ടുള്ള തജക് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഇന്ത്യൻ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്തിട്ടുണ്ട്. സോ അതൊരു ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ അതല്ലാതെ ഒരുപാട് സ്റ്റുഡൻസ് മറ്റ് കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. CIS കൺട്രീസിൽ ഒരുപാട് പേര് ഇപ്പോൾ പോകുന്നുണ്ട്. കാരണം യുക്രൈൻ ഇപ്പോൾ വാറിന് ശേഷം കുട്ടികളാരും പോകുന്നില്ല. ഇപ്പോൾ ചൈന കൊറോണയ്ക്ക് ശേഷം ഭയങ്കരമായിട്ട് ആരും അങ്ങോട്ട് പോകുന്നില്ല. അത് മാത്രമല്ല അവിടെ ലൈസൻസ് കിട്ടാൻ ചൈനീസ് ലാംഗ്വേജ് ഒരു എക്സാം കൂടെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. സോ അപ്പോൾ ബാക്കി വരുന്നത് കൂടുതലും ഇപ്പോൾ ഈ CIS കൺട്രീസിലോട്ടാണ് സ്റ്റുഡൻസ് കൂടുതൽ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ യൂറോപ്യൻ യൂണിയനിൽ ട്രാവൽ. ഇപ്പോൾ കഴിഞ്ഞ ഈ എക്സ്പോസ് ഒരുപാട് പോളണ്ട് അഡ്മിഷൻസ് നമുക്ക് നടന്നിട്ടുണ്ട്. ബട്ട് അതൊരു കൈൻഡ് ഓഫ് കോസ്റ്റ്ലീസ് അല്ല. ഒരു ടോട്ടൽ പഠിച്ചതിന് 60-70 ലക്ഷം രൂപയോളം എക്സ്പെൻസ് വരുന്നുണ്ട്. സോ മോസ്റ്റ്ലി ഒരു ഹ്യൂജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പോകുന്നത് ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ്. ഒരു ഡോക്ടറാകണമെന്നുള്ള നമ്മുടെ സ്വപ്നത്തിന് തടസ്സമായി നമ്മുടെ രാജ്യത്തുള്ളത് സീറ്റ് കുറവാണ്, മറ്റൊന്ന് വലിയ ഫീസാണ്. ആ രണ്ട് തടസ്സങ്ങൾ മറികടക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ വർഷവും നിരവധി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോയി പഠിക്കുന്നത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.